ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവി SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് 2024 ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങളെന്ന് നോക്കാം. ഇന്ത്യൻ നേവിയുടെ SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് 2024 ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണിത്. കോഴ്സ് തുടങ്ങുന്നത് നവംബർ 2024 എന്തൊക്കെയാണ് ഇതിലെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്ന് നോക്കാം. എലിജിബിലിറ്റി കണ്ടീഷൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം അൺമാരീഡ് മെയിലിനാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ക്വാളിഫൈഡ് +2 എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. +2 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ടോട്ടലായിട്ട് 50% മാർക്ക് +2ന് നേടിയിരിക്കണം. പിന്നെ ഓരോ സബ്ജക്റ്റിനും 40% മാർക്ക് വീതം നേടിയിരിക്കണം. പ്രായപരിധി പറയുന്നത് 2003 നവംബർ 1 മുതൽ 2007 ഏപ്രിൽ 30 വരെ ജനിച്ചവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സാലറി വരുന്നത് ട്രെയിനിങ് ടൈമിൽ 14,600 രൂപയാണ് ഓരോ മാസവും ലഭിക്കുന്നത്. ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ 3 പേയ്മെൻറ്റ് അനുസരിച്ച് 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് സാലറി പാക്കേജ് വരുന്നത്. കൂടാതെ മിലിറ്ററി സർവീസ് പേ ആയിട്ട് ഓരോ മാസവും 5,200 രൂപയും പിന്നെ DA എലിജിബിൾ ആണെങ്കിൽ DAയും കൂടെ ലഭിക്കും. പ്രൊമോഷൻ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ വരെ എത്താൻ പറ്റുന്ന തസ്തികയാണിത്. സോ അഗ്നിവീർ പോലെ 4 വർഷ സർവീസ് അല്ല ഇത്. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സാണ്. ഒന്നാമത്തെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. അതായത് +2 മാർക്ക് അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ സെക്കൻഡ് സ്റ്റേജിലോട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലുള്ളത് PFT ആണ്, ദെൻ റിട്ടൺ എക്സാം, ദെൻ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ. സോ സ്റ്റേജ് 1 ഞാൻ പറഞ്ഞു ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നമ്മുടെ +2 മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് വെച്ചിട്ട് കുറച്ച് പേരെ സെക്കൻഡ് സ്റ്റേജിലോട്ട് വിളിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് 2 ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതിൽ ആദ്യം വരുന്നത് ഫിസിക്കലാണ്. അതിൽ പറയുന്നത് 1.6 കിലോമീറ്റർ ഓട്ടം ഉണ്ട്, 6 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് കവർ ചെയ്യണം. രണ്ടാമത്തത് സ്ക്വാട്സ് ആണ്. ഉത്തക് ബൈത്തക്ക് 20 എണ്ണം, പുഷപ്പ് 15 എണ്ണം, ബെൻഡിനി സിറ്റപ്സ് 15 എണ്ണം. നെക്സ്റ്റ് റിട്ടൺ ടെസ്റ്റ് ആണ്. ഇതെല്ലാം ഒറ്റ ദിവസമാണ് നടക്കുന്നത്. റിട്ടൺ ടെസ്റ്റിൽ ഉണ്ടാവുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി ആൻഡ് ജനറൽ അവയർനെസ് ആണ്. സോ ഈ സയൻസിൽ വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സിലബസ് +2 ബേസ്ഡ് സിലബസ് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. പിന്നെ ഓരോ സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഉണ്ട്. നമുക്കറിയാം 4 സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷും സയൻസും ബയോളജിയും ജനറൽ അവയർനെസ്സും 25 വീതം മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ അതിൽ ഓരോ സെക്ഷനിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവണം. നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ആൺകുട്ടികളുടെ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ്. അതിനനുസരിച്ചുള്ള ചെസ്റ്റ് വേണം. പിന്നെ മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ ഡിഫൻസിൻ്റെ എല്ലാ ഡിഫൻസിലും പോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ഇനീഷ്യൽ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20 വർഷം നമുക്ക് സർവീസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് സ്റ്റേജ് 2വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം സ്റ്റേജ് 2 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മിഡ് ഓഫ് ഒക്ടോബർ 2024 ആണ്. അപ്പം ഒക്ടോബർ പകുതിയാവുന്ന സമയത്താണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലെ കാര്യങ്ങൾ, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും റിട്ടൺ എക്സാമിനേഷനും വരുന്നത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൻ്റെ കോൾ അപ്പ് ലെറ്റേഴ്സൊക്കെ ലഭിക്കുന്നത് സെപ്റ്റംബർ പകുതിയോടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺസ് നമ്മുടെ എക്സാം സെൻറ്റർ നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അടുത്തത് ഹൗ ടു അപ്ലൈ. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ തുടങ്ങുന്നത് 2024 സെപ്റ്റംബർ 7 മുതൽ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് 2024 സെപ്റ്റംബർ 17 അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 10 KB to 50 KB ആണ്.
ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം ബ്ലാക്ക് സ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ്. ബ്ലാക്ക് സ്ലേറ്റ് കയ്യിൽ പിടിച്ചിട്ട് അതിൽ പേരും എന്നാണോ ഫോട്ടോ എടുത്തിട്ടുള്ളത് ആ ഡേറ്റും എഴുതണം. അപ്പോൾ പേര് എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 2024 സെപ്റ്റംബർ 17 ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഫീസ് ഇല്ല. സോ എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ ഷോർട്ട് ലിസ്റ്റ് എത്ര പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞിട്ടില്ല. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.